കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ദുഃഖകരമായ സാഹചര്യം ഏറ്റവും കൂടുതൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ കഴിയുന്നത് ക്യാമ്പുകളിൽ നിന്ന് തന്നെയാണ്. ഇവിടുത്തെ ആളുകൾക്കിടയിലേക്ക് മിക്കവാറും ക്ലാസ് മുറികളിൽ തന്നെയാണ് എല്ലാ ആളുകളും കഴിഞ്ഞുകൂടുന്നത്. അവർക്കിടയിലേക്ക് ക്യാമറയുമായി ചെന്ന് പ്രതികരണം തേടേണ്ടതില്ല എന്നുണ്ടായിരുന്നു. അവരുടെ സ്വകാര്യത മാനിച്ചുകൊണ്ട് നമ്മൾ ചില ആളുകളുമായി സംസാരിച്ചുകൊണ്ട് അവരുടെ അനുവാദം വാങ്ങിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറെടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണ് സംഭവിച്ചതെന്നുള്ള വ്യാപ്തി അവർ വിശദീകരിക്കാൻ തയ്യാറാകുന്ന ആളുകൾ, ഒരു ദുരന്തത്തിനിരയായ ആളുകൾ, അവരുമായി നേരത്തെ സംസാരിച്ച് അനുവാദം വാങ്ങിയതിന് ശേഷം അത്തരത്തിൽ പ്രതികരണം എടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശമായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മോടൊപ്പം ഈ ഒരു ദുരന്തത്തിന് ഇരയായ ചൂരൽമലയിൽ താമസിച്ച ഒരു ചേട്ടൻ ചേരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട് ഉൾപ്പെടെ ഈ മഹാദുരന്തത്തിൽ ഒലിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെല്ലാം ഇവിടെയുണ്ട് എന്നുള്ള ഒരു ആശ്വാസകരമായ കാര്യവും നമ്മോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു. അദ്ദേഹം പറയും ഈ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമായിരുന്നു, എന്തായിരുന്നു അന്ന് സംഭവിച്ചത് എന്നുള്ള കാര്യം. ചേട്ടാ, എങ്ങനെയാണ് ആ ദുരന്തത്തെ ഓർത്തെടുക്കാൻ പറ്റും? ഞാനൊരു 12 മണിയായിട്ടുണ്ടാവും, രാത്രി 12 മൂത്രം ഒഴിക്കാൻ വേണ്ടി ഇറങ്ങി മൂത്രമൊക്കെ ഒഴിച്ച് കറണ്ടൊക്കെ പോയി. അപ്പം ഫോണിൽ കത്തിച്ച് പോയി മൂത്രം ഒഴിച്ച് ബാത്റൂമിൽ നിന്ന് മൂത്രം ഒഴിച്ച് ഒന്ന് കിടന്ന് ഫസ്റ്റത്തെ ഉരുൾപൊട്ടി 12-12:45 പൊട്ടി വീണ് എൻ്റെ വീടിൻ്റെ ജനൽ, ഞാൻ കിടന്ന ഭാഗം അങ്ങനെ പൊട്ടി എൻ്റെ കയ്യിൽ വന്ന് വീണു. ജനൽ 3 പാളിൻ്റെ ജനൽ, അതിൽ കോൺക്രീറ്റ് ഉണ്ടാവുമല്ലോ, സ്ലാവ് വാർത്തത്, അത് ഈ ഭാഗത്ത് തലക്കും ഭാഗത്തും വന്നു. തലയിൽ മുഖത്തൊന്നും വീണില്ല. അപ്പോഴത്തേന് എൻ്റെ മേലൊക്കെ വെള്ളം നിറഞ്ഞു കട്ടിലിൽ. അപ്പോൾ എൻ്റെ പെണ്ണുങ്ങൾ ഓടി വന്ന അടുത്ത കട്ടിലാണ് കിടക്കണം. ഓടി വന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞപ്പോൾ അവൾ ഈ അലമാരകളൊക്കെ മറിഞ്ഞ് അവൾ മേത്തക്കായി. ഓളെ രക്ഷപ്പെടുത്താൻ മകൻ ഓടി വന്നു. ഒക്കെ ഞങ്ങൾ രക്ഷപ്പെട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒരു രോഗിയുണ്ട് ഞങ്ങളെ കൂടെ. ആ രോഗിനെ എടുത്ത് പൊക്കി കഥകിന് വാതിലൊന്നും തുറക്കാൻ പറ്റുന്നില്ല, വെള്ളം നിറഞ്ഞിട്ട്. അപ്പോൾ ഒരു അരവാതിൽ, മുസ്ലിമിൻ്റെ ഭാഗത്ത് ഒരു അരവാതിൽ തുറന്ന് ഞങ്ങൾ പുറത്തിറങ്ങി. എങ്ങനെയൊക്കെയോ കടന്ന് പുറത്തേക്ക് ചാടി എൻ്റെ ഏട്ടൻ്റെ വീട് തൊട്ടടുത്താണ്. ഏട്ടൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് പോയി കേരളം എൻ്റെ വീട് പോയി. ചേട്ടൻ്റെ വീട്ടിലേക്ക് ഇത്രയൊക്കെ വെള്ളമായി. അടിയിൽ നിൽക്കാൻ പറ്റും. മേലെ ഒരു 8-10 ഒരു റൂം, സാധാരണ ഹോസ്പിറ്റൽ ഹൗസ് ഇട്ട് കെട്ടി വരുന്ന പുതിയതാണ്. അതിൽ കമ്പി പൈപ്പിൻ്റെ ഈ കമ്പിയിൽ പിടിച്ച് നിൽക്കുക. ഇത് പോയിക്കൊണ്ടേയിരിക്കുക. വീട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ 5 വയസ്സുള്ള കുട്ടിയും ബാക്കി 9 വലിയ ആളും ഇങ്ങനെ പിടിച്ച് ദൈവത്തിനെ വിളിക്കുക. ദൈവങ്ങളെ എന്നല്ലാതെ വേറെ ഒന്നും ഞങ്ങൾ ശബ്ദ വർത്താനം പറയുന്നില്ല. ഞങ്ങൾ പോകും തന്നെയാണ് ഉറപ്പിച്ചത്. ആ പോക്കിലാണ് പിന്നെ കണ്ടത് ഒരു തെങ്ങ് വന്നിട്ട് വീടിൻ്റെ സൈഡിലായിരുന്നു. വലിയൊരു തെങ്ങ, നിറച്ച് കായുണ്ട്. അത് മെല്ലെ വന്ന് ചാരിന് ഈ വീട്ടിലേക്ക്. ഞങ്ങൾ നിൽക്കുന്ന ആ റൂമിലേക്ക് വന്ന് ചാരി. അതിൽ ആ സീറ്റ് ഇപ്പോൾ കുറച്ച് ഭാഗം കീറിയിട്ടേ ഉള്ളൂ, ചോരും കുറച്ച് ഭാഗം. വേറെ ഒന്ന് ശരിക്കും വീഴാണെങ്കിൽ തകിട് പൊടിയാവും. ഞങ്ങൾ അത് മെല്ലെ വന്ന് ചാരി നിന്ന് അതിന് തടഞ്ഞു. അത് 3.5 മണിക്കൂർ ഞങ്ങൾ രക്ഷിച്ചു. ആ 3.5 മണിക്കൂർ വീടിനുള്ളിൽ തന്നെ ഞങ്ങൾ ഈ 10 പേരും 7 മണിക്ക് 6-6:45 7 മണിയായപ്പോഴാണ് രക്ഷാപ്രവർത്തനം വന്നത്. അവർ വന്ന് പാലം ടക്ക് പരിപാടി വേഗം നടത്തി ഞങ്ങൾ രക്ഷിച്ചു. തെങ്ങുമേ കയറി ഞങ്ങൾ ഇതാക്കി ഇറക്കി, സ്ട്രെച്ചർ വെച്ച് ഇറക്കി കൊണ്ടുവന്ന് ഞങ്ങൾ അവിടുന്ന് ഒരു മലേൻ്റെ മേലെ നിന്ന് പോയി കയറി നടന്ന് പിന്നെ ഈ റോട്ടിലെത്തി. ഒരുപാട് ദുരന്തങ്ങൾ റോട്ടിലെത്തി. അവിടുന്ന് പിന്നെ ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ കയറി അവിടെ ഇരുന്ന് ചുരൽമല. പിന്നെ അവിടെ നിന്നാണ് പിന്നെ ക്യാമ്പിലേക്ക് വന്നത്. ദുരന്തം കണ്ണു മുന്നേ കണ്ട് മടുത്തു പോയി. എത്ര പേരാണ് എൻ്റെ രാത്രി യാത്ര പറഞ്ഞു പോയവരുണ്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ ഞങ്ങൾ ഒരു കുടുംബം പോലെയാണ്. 10-260 കുടുംബമുണ്ട് അവിടെ ആ ഏരിയയിൽ. ചേട്ടന് അടുത്ത പരിചയമുള്ള സുഹൃത്തുക്കൾ, ആളുകൾ, പരിചയക്കാർ ഇവരെയൊക്കെ കാണാതെ പോയിട്ടുണ്ടോ? ഒരുപാട് കാണാതെ പോയിട്ടുണ്ടോ. ഒരുപാട് അവരൊക്കെ കിട്ടി എന്നറിഞ്ഞു. ഞാൻ ഇതുവരെ ഒരു ഇത് കണ്ടിട്ടില്ല, കാണാൻ പറ്റൂല. കണ്ടാൽ ഞാൻ വീഴും. പരിചയമുള്ള ആളുകളിൽ എത്ര പേർ ഇവിടെ രക്ഷപ്പെട്ട് ക്യാമ്പിലുണ്ട് ചേട്ടന് പരിചയമുള്ള? ഒപ്പം തന്നെ മൃതദേഹങ്ങൾ കാണാതായ എല്ലാം എനിക്ക് അറിയുന്ന ആളാണ്. ഞാനൊരു ഒരു സഹപ്രവർത്തനാണ്. എല്ലായിടത്തും പോവും, എന്നെ കൊണ്ട് പറ്റുന്നത് ചെയ്യും. നല്ല ഒരു സഹായിയാണ് ഞാൻ. എൻ്റെ പരിചയത്തിൽ എനിക്ക് കാണാതായ ആളുകൾ ആരൊക്കെയാണ്? കാണാതെ ആരെന്നും ഞാൻ അറിയില്ല. എനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. എനിക്ക് ഒരു മൈൻഡ് എനിക്ക് വർക്ക് ചെയ്യുന്നില്ല. ഇപ്പോൾ ഞാൻ ആകെ ഒരു ബാത്റൂമിന് ഡോർ അടച്ചാലും ഇപ്പോൾ ഈ കാറിൻ്റെ ഡോർ അടയ്ക്കുമ്പോൾ എനിക്ക് മറ്റേ ഓർമ്മയാണ് വരുന്നത്. മനസ്സിന് പേടി മാറിയിട്ടില്ല. ഇന്നലെയാണ് ലേശം ഒന്ന് തെളിഞ്ഞത്. എനിക്ക് ശബ്ദം എന്ന് പറയുമ്പോൾ പേടിയാകുക, ഭയങ്കര പേടിയാണ് മനസ്സിന്. ഇനി അത് പോകണം, കുറച്ച് ദിവസം കഴിഞ്ഞ് അങ്ങോട്ട് മാറി വരും. ഇപ്പോൾ ആൾക്കാരെയൊക്കെ കാണുമ്പോൾ കുറച്ച് സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുക. ഒറ്റയ്ക്ക് നിൽക്കാനേ പറ്റില്ല. പേടിച്ച് വിറച്ചു പോയി നമ്മൾ. 40-35 കൊല്ലം അവിടെ താമസിക്കാൻ തുടങ്ങി. 30-35 കൊല്ലമായി.
നല്ല ബന്ധം. അവിടുത്തെ ഞങ്ങളൊരു ഒറ്റൊരുമയിൽ ജീവിക്കുന്ന ഒരു ഏരിയയാണത്. എല്ലാം കൊണ്ടും ഒരു കച്ചറയോ ഒരു പ്രശ്നമോ രാഷ്ട്രീയ പ്രശ്നമോ ഒരു പ്രശ്നമില്ലാത്തൊരു ഏരിയ, നല്ലൊരു ഏരിയ. എത്ര ഈ ഔദ്യോഗികമായ കണക്ക് പ്രകാരം 300-350 വീടുകളുണ്ടെന്ന് പറഞ്ഞു. ആ വീട് അത്രയും വീടുകൾ തന്നെയാണ് അവിടെ ഉള്ളത്? 260 വീടുകളാണ് ഞങ്ങളുടെ ഏരിയയിലുള്ളത്. മുണ്ടക്കൈ മേഖലയിലോ? മുണ്ടക്കൈ മേലെ അതിൽ മേലെ കൂടും. അത് എത്രയാണെന്ന് കൃത്യമായിട്ട് കണക്കറിയില്ല. നമ്മളെ ഈ ഏരിയയിൽ കഴിക്കാറ് പുഞ്ചിരിമുക്ക് ഭാഗത്തൊക്കെ ഒരുപാട് ആളുകൾ താമസിച്ചിട്ടുണ്ട്. അത്യാവശ്യം ആൾക്കാരുണ്ട്. എല്ലാം കൂടി ഇപ്പോൾ ഒരു 500 ആള് 500-ന് മേലെ പോകുന്നതാണ് എൻ്റെ അഭിപ്രായം. എൻ്റെ അഭിപ്രായമാണ്. ഇനി കിട്ടാനുള്ളതും കിട്ടിയതൊക്കെ കൂടി. വിനോദ്, അദ്ദേഹം പറയുന്നതൊക്കെ ഒരു നെടുവീർപ്പോടെ കേട്ടിരിക്കാനേ നമുക്ക് കഴിയുകയുള്ളൂ. അദ്ദേഹം പറയുന്നുണ്ട് ഏകദേശം 3 മണിക്കൂറോളം വീടിനുള്ളിൽ രക്ഷാപ്രവർത്തകരെയും കാത്ത് എങ്ങനെ പുറത്തേക്ക് പോകും, രക്ഷപ്പെടുമെന്നറിയാതെ കഴിഞ്ഞ ഒരു കാര്യം അദ്ദേഹം വിവരിക്കുമ്പോൾ അത്രയും എന്താ പറയുക, അദ്ദേഹം നെടുവീർപ്പോട് കൂടിയാണ് നമുക്ക് കേൾക്കാനാവുക. ഇത്തരത്തിലുള്ള സാക്ഷ്യങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്.